മൗലവി പറഞ്ഞത് പൂരത്തിനെ പറ്റിയാണ്. പൂരം നടക്കുന്ന മുസ്ലിങ്ങളാണോ എല്ലാവർക്കും അറിയും. എന്നാൽ പട്ടാമ്പി നേർച്ച എന്ന പേരിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അത് വിലക്കാൻ നിങ്ങളുടെ സമസ്തക്ക് കഴിയോ എന്ന് ഞങ്ങൾ ചോദിച്ചത്. അതല്ലാതെ പൂരവും കള്ളിച്ചാപ്പിന്റെ മുമ്പിൽ ചാടിക്കളിച്ചതും മടക്കാൻ അതിന് മുസ്ലിങ്ങൾ അറിയാറില്ല. എന്നാൽ നിങ്ങളുടെ നേർച്ച എന്ന പേരിലാണ് നിങ്ങളുടെ പള്ളികളുടെ മുമ്പിലും മക്കളുടെയൊക്കെ മുമ്പിൽ കൂടി ചാടി കളിക്കുന്നത്. അത് നിർത്താൻ നിങ്ങളുടെ സമസ്തക്ക് ഏതൊരു തങ്ങൾ മലപ്പുറത്തുനിന്ന് മന്ത്രത്തിനെയും ഉരുക്കിനെയും പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ പത്രത്തിൽ കൊടുത്തു മന്ത്രം കൊടുക്കും ഇസ്ലാമിൽ ഇല്ലെന്ന് തന്നെയാണ്. എന്നാലോ എന്തുകൊണ്ട് നമ്മള് 53 പേർ ജോലി നടത്തുക ഇസ്ലാമിൽ തരമല്ല എന്ന് നിങ്ങൾ പത്രത്തിൽ എന്താ കൊടുക്കാത്തത്? അതുകൊണ്ട് മൗലവികൾ വ്യക്തമായി പറയാം. വ്യക്തമായി തന്നെ ഞങ്ങൾ പറഞ്ഞത് അവ്യക്തമായിട്ട് ഒന്നുമില്ല. ലോകത്ത് കേരളത്തിൽ നടക്കുന്ന ഓരോ നേർച്ചകളെ എണ്ണി 53 നേർച്ച ആദ്യങ്ങൾ 53 നേർച്ച അല്ലാതെ നേർച്ച അത് നേർച്ച ഇതൊക്കെയല്ലോ കുട്ടനാട് നേർച്ച കാരൂർ നേർച്ച ഇങ്ങനെ എണ്ണിയാൽ ഈ ലിസ്റ്റ് ഒരുപാടുണ്ട്. ഈ നേർച്ചകളൊക്കെ തെറ്റാകുന്നു എന്ന് പറയാൻ തടസ്സം കഴിയില്ല. നമുക്കതിന്റെ മഹതി പറയാനേ കഴിയുള്ളൂ. നേർച്ചകൾ മഹാന്മാക്കൾ ഔലിയാക്കളുടെ പേരിലുള്ള അനുസ്മരണം നേരത്തെ സൂചിപ്പിച്ചു. അത് ഇസ്ലാം പുണ്യമാക്കുന്ന കാര്യമാണ്. വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന പരിപാടി കൂട്ടതിയാറത്തും അവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണവും ഇസ്ലാം അംഗീകരിച്ചതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ ഹാഫിദ് ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്നു. എന്താണ് പറയുന്നത്? കാന യൻതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതി അലാ റബ്ബികി ഹൗലി ഖുബൂർ ശുഹദാഇ ഉഹദ്. അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് ശുഹദാക്കളുടെ ഖബറുകളുടെ അരികിലേക്ക് എല്ലാ വർഷവും കൊല്ലം തികയുമ്പോ അവിടെ പോയി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അബൂബക്കറും ഉമറും ഉസ്മാനും കദാലിക യസ്റൂൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രകാരം ചെയ്തിരുന്നു, ഉമർ ഫാറൂഖ് ചെയ്തിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തിരുന്നു. ഹദീസാണ്, അറിയില്ലെങ്കിൽ പഠിച്ചോളൂ. ഹാഫിദ് ഇബ്നു കസീർ വരെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം റാസി തന്റെ തഫ്സീർ കബീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദായ ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നേർച്ച. അത് റസൂലുള്ളാഹി കാണിച്ചതാണ്. അത് ഞങ്ങൾ ചെയ്യും. അത് ചെയ്യണ്ടെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. പക്ഷെ അതിന്റെ മറവിൽ ആരെങ്കിലും അനാചാരങ്ങൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് ഞങ്ങൾ തെറ്റാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഹറാമാവണം എന്നാണോ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിൽ മുജാഹിദുകൾ ചോദ്യകർത്താവ് തന്നെ അത് അവിവാഹിതനാവും എനിക്കറിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട്. വിവാഹങ്ങൾ കല്യാണം നടക്കാറുണ്ട്. കല്യാണത്തിന്റെ അന്ന് എത്ര ഹറാം നടക്കാറുള്ളത് അല്ലേ? നിക്കാഹ് സുന്നത്താണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അന്ന് സ്ത്രീയും പുരുഷനും, ഞാൻ തെറ്റുകളെ ന്യായീകരിക്കല്ല, ഒരിക്കലും പാടില്ല, ഹറാമാണ്. ഞാനിപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അന്ന് അന്യ സ്ത്രീയും പുരുഷനും എത്ര കാണുന്നു, ചേരുന്നു എന്നല്ല. ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു പെരുമ്പത്തിന്റെ പറഞ്ഞത് നമുക്ക് അടുത്ത മറ്റേ കല്യാണത്തിൽ വെച്ച് കാണാനാ എന്ന് പറഞ്ഞിട്ട് ആ പിരിയുക തന്നെ. അറിയോ എത്ര തെറ്റുകൾ നടക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, തെറ്റുകൾ നടക്കുന്നു എന്ന കാരണത്തിനാൽ ആകെ ഹറാമായി പ്രഖ്യാപിക്കണം എന്നാണെങ്കിൽ നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം എന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കാൻ മുജാഹിദുകൾക്ക് ധൈര്യം കാണിക്കുമോ? ഇത് അവർ പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിന് ഇത്ര കുറഞ്ഞതൊക്കെ അല്ലല്ലോ. എന്താ അവർക്ക് ധൈര്യമുണ്ടോ? പോകട്ടെ, ഹജ്ജ്, വിശുദ്ധ കഅബാലയം, അവിടെ പോകാൻ ആളുകൾ ഉണ്ടാവും. തവാഫ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഹജ്ജ് വേളയിൽ ചുറ്റും തിരക്കുമാകുമ്പോ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ചേർന്നുകൊണ്ടും തൊട്ടുകൊണ്ടുമാണ് നമ്മളെ കേരളീയരല്ലാത്ത മുസ്ലിം സ്ത്രീകൾ, നൈജീരിയയിൽ നിന്നും മറ്റ് കറപ്പൻ ഭാഗത്തു നിന്ന് വരുന്ന സ്ത്രീകൾ, അവർ അവിടത്തുപോലും മനസ്സിലുണ്ടാവില്ല. അവർക്ക് വിവരമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങൾക്കറിയില്ലേ? അപ്പൊ അവർ പലപ്പോഴും അവർക്ക് മറക്കാതെയാണ് പല സ്ത്രീകളും ഉള്ളത്. അനുഭവമാണ്. തിരക്കാവുമ്പോ പലപ്പോഴും തൊട്ടും തൊരുങ്ങിയും കൊണ്ടുപോകാറുണ്ട്. പലപ്പോഴും തവാഫ് ചെയ്യാറുള്ളത്. ഇവിടെ ഹറാമുണ്ട്, അന്യ പുരുഷന്മാർ കൂടുതലുണ്ട്, അന്യ സ്ത്രീ തൊടുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നാളെ മുതൽ ഹജ്ജ് തന്നെ നിർത്തിവെക്കേണ്ടതാക്കുന്നു എന്ന് പ്രസ്താവിക്കാൻ മുജാഹിദ് തയ്യാറാവൂ? അപ്പൊ അത് ഇസ്ലാമിക ശൈലിയല്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ മാറ്റുക, ശരി നിലനിർത്തുക. ഇതാണ് ഇസ്ലാമിക തിയറി. അതുകൊണ്ട് നേർച്ചകൾ എന്ന പേരിൽ ആദ്യം നടന്ന കൂട്ടിറങ്ങൽ സുന്നികളോ പണ്ഡിതന്മാരോ സമസ്തയോ ഉത്തരവാദിയല്ല. അതേ അവസരത്തിൽ ഈ നേർച്ചകൾ സുന്നത്തായ നേർച്ചകൾ നടക്കുന്നു. അതിന് ഇസ്ലാം എതിരല്ല. അതിന് തെറ്റുകളുണ്ടോ? തെറ്റുകൾ മാറ്റുക എന്നല്ലാതെ ശരി അടക്കം ഒന്നാകെ മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും മൂഷണമല്ല. ജലദോഷമുണ്ടായാൽ മൂക്ക് മുറിക്കണം എന്ന് പറയാറില്ല ആരും. അത് മുജാഹിദ് മാത്രമേ പറയാറുള്ളൂ. ജലദോഷം മാറ്റാന്നല്ലാതെ മൂക്കജം മുറിക്കാൻ ആരും തീരുമാനിക്കാറില്ല. അതുകൊണ്ട് തെറ്റുകൾ മാറ്റുക, ശരി നിലനിർത്തുക. ഈ തെറ്റുകളെയൊന്നും സുന്നികൾ ആരും ന്യായീകരിക്കുന്നില്ല. ഹറാമുകൾ
തെറ്റുകൾ തന്നെയാണ്. ഹറാമുകൾ ഇസ്ലാം അംഗീകരിക്കാത്ത പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? തെറ്റ് തന്നെയാണ്. ഒരിക്കലും സുന്നികളോ ഉലമാക്കളോ സംയോജനം അംഗീകരിച്ചിട്ടില്ല. ഈ കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. സാഹിബ് ഈ പെട്ടിവരവിനെ കുറിച്ച് നിരുത്സാഹപ്പെടുത്തിയതായി കണ്ടു. അദ്ദേഹത്തെ കുറിച്ച് എസ്എഫിന്റെ മുൻകാല ഒരു പ്രവർത്തകനും നേതാവുമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മലപ്പുറം ജില്ലാ എസ്എഫിന്റെ ഒരു